ഒരു മുട്ട അത്രയും ഇതിൻ്റെ കണ്ട. ഇന്ന് നമ്മൾ സ്മോക്ക് ചെയ്യാൻ പോണ സംഭവം ഈ ഒരു താറാവ്, ഒരു കിങ് സൈസ് താറാവിന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചെമ്മീൻ കെട്ടിൽ വന്നപ്പോൾ നമ്മുടെ സ്മോക്കർ അനങ്ങാണ്ടിരിക്കണായിരുന്നു. അപ്പോൾ സ്മോക്കറിനകത്തിട്ട് നമ്മളിന്ന് കയറ്റാൻ പോണ സാധനത്തെ കണ്ട മുമ്പാരി. ആദ്യമേ തന്നെ നമ്മൾ ഇവനെ ഇങ്ങനെ കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് കയറണം. ഈ മസാല വെച്ചിട്ടാണ് നമ്മളുണ്ടല്ല നമ്മുടെ ഇതിനെ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാൻ പോണത്. ഈ മസാല നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇട്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, പിന്നെ കുരുമുളക്, ഉപ്പ്, മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ എന്താണ് കൂടി ഇട്ടായിരുന്നു, വിനാഗിരി. ഇത്രയും സാധനം ഇട്ട് മിക്സിയിലിട്ട് നമ്മൾ ഇത് പ്രധാനമായിട്ടും നമ്മളിത് ചെയ്തെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ ഇട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തേക്കണത്. ഇനി നമ്മുടെ മസാല ഇങ്ങനെ ഉണ്ടോ, നല്ല കിടിലൻ മസാലയാണ് കേട്ടോ. ആ മോനെ സാറേ സീൻ സാധനം മണത്ത് നോക്കിയേ. വന്നണ്ടാ എന്താണെന്നറിയാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാലകളൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലേ കണ്ട യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റി. അല്ല ഇത് തേച്ചിട്ടില്ല കേട്ടോ. നീ വഴുക ഉണ്ടാക്കി വെച്ചേക്കണായിരുന്നു ഇത്ര. അപ്പോൾ അതെ ഈ സാധനം നമ്മളിങ്ങനെ നന്നായിട്ട് ഇതുണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ തേച്ചിട്ടും പുറത്തോട്ട് പോണത് ഈ മസാല അതിനകത്തുനിന്ന്. അതുകൊണ്ടല്ല സംഭവം എന്താണെന്നറിയാവാ, താറാവല്ലേ വെള്ളത്തിൽ കിടക്കുന്ന സാധനം ആയതുകൊണ്ടിട്ട് ഇവന്മാർ പിടിക്കല അത് ചളിയാ. കണ്ട സംഗതി നല്ല കുട്ടപ്പനാക്കിയിരിപ്പുണ്ട്. കുമ്പാരി ഞാനുണ്ടല്ലോ പോയിട്ട് മെഷീൻ ശരിയാക്കിയിട്ട് വരട്ടെ. കുമ്പാരി ഇവിടെ ഇത് നോക്കിയേക്കണം, വല്ല പട്ടിയാ പൂച്ച എടുത്തുകൊണ്ട് പോയാൽ പണി പാളിപ്പോവും. ഇവിടെ സ്മോക്കർ ഇവിടെ അനങ്ങാണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസം വെച്ചാൽ മതി. അപ്പോൾ ഈ 1.5 മാസത്തിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഒരു തെർമോ കൺട്രോളർ ഉണ്ടായിരുന്നു. ഇവിടെയാണ് അറിയാമല്ലോ, ഇവിടെയല്ലേ എല്ലായിടത്തും നല്ല കാറ്റും മഴയാണ്. ഈ കാറ്റും മഴ അടിച്ചിട്ട് തെർമോ കൺട്രോളായിട്ട് പോകല്ലേ എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അമ്മാതിരി വെള്ളമൊക്കെ വന്ന് വീണ് തെർമോ കൺട്രോൾ എന്തായാലും അടിച്ചു പോയിട്ടുണ്ട്. പകരം ഞാൻ അന്ന് നമ്മുടെ കയ്യിൽ വെച്ചത് TC 513 ആയിരുന്നെങ്കിൽ ഇപ്പം TC 513 എനിക്ക് കിട്ടിയില്ല. പകരം കിട്ടിയത് TC 303 സെലക്ട് TC 303. പിന്നെ കാറ്റും മഴേനായിട്ട് നമ്മൾ പറയാനാണ് വരല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാണ്ടിരിക്കും. അതിനൊരു നോട്ടവും ഇല്ല. ഇതെന്ത് സാധനമാണോ, ഇങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഈ TC 303 എന്തായാലും വലിയ ടൈപ്പാണ്. മറ്റേത് ഇതിനകത്ത് എന്ന് വെച്ചാൽ കുഞ്ഞ് ടൈപ്പായിരുന്നു. ഇതിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കിങ്ങനെ ഇതിങ്ങനെ പിടിപ്പിച്ച് അങ്ങോട്ട് നോക്കണം. നമ്മൾ കരി ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, നമ്മളത് ലൈറ്റായിട്ടൊന്ന് തീ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള പണിയൊക്കെ ഉണ്ടല്ല നമ്മുടെ ഓട്ടോമാറ്റിക് സ്മോക്കർ ചെയ്തേക്കുവേ. അപ്പോൾ നമ്മൾ ചൂട് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഇത്തിരി കൂടിയ ടെമ്പറേച്ചറാണ്, ഒരു 200 സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. ഇങ്ങനെ നമ്മുടെ കിഴങ്ങൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് 2-3 മുട്ടയും കൂടി ഉണ്ടാക്കി അടിപൊളിയായിരുന്നു തന്നെ. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തള്ളി ഇങ്ങനെ നല്ല സ്പേസ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയ ബെഡ്റൂമാണ്. നല്ല ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. പോവുക കെട്ടി പോവുക ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി വെക്കണുണ്ട് കേട്ടോ. അങ്ങനെയാണോ വെക്കണം? ഇല്ല, നീളം തന്നെ വെക്കണം, അതാണ്ട്. ശരിക്കും നമ്മളിതൊരു സ്മോക്കി ആയിട്ടുള്ള ഡിഷല്ല കേട്ടോ ഉണ്ടാക്കണത്. ശരിക്കും ഇതൊരു ഓവനിൽ കുക്ക് ചെയ്യണത് പോലെ തന്നെ വരുള്ളൂ. കാര്യം സ്മോക്ക് ഫ്ലേവർ കയറാൻ ചാൻസ് ഇല്ല ഇതിനകത്ത്. അതാ ഓക്കെ. അയ്യോ ഓർമ്മ അതിനകത്ത് എൻ്റെ ജ്യൂസ് പോകാൻ പാടില്ല. ഒരു 2 കിലോ ഉണ്ട് കേട്ടോ ഈ സാധനം. 2 കിലോ ഒട്ടും കുറയില്ല. നല്ല കിങ് സൈസ് ആണ് വരുന്നത്. നമ്മുടെ സ്മോക്കർ അങ്ങനെ ചില്ലറ കളിയാണ്. 220 നിൽക്കണേണ്, ഓഫാണ്. ഇനി ഇതേ നമ്മളിത് വെക്കാൻ കൂടെയുണ്ട്. അപ്പോൾ തുറക്കാൻ നേരത്തെ ടെമ്പറേച്ചർ കുറയും, വീണ്ടും പെട്ടെന്ന് ഓണാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ച് മാറും ഇതിനകത്തുനിന്ന്. ഓണായി അടച്ച് 160 പെട്ടെന്ന് താന്നു പോയത്. അപ്പോൾ നമ്മുടെ താറാവിനെയൊക്കെ നമ്മൾ സെറ്റാക്കി അടപ്പിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്തേക്കണത് 200 ഡിഗ്രി ആണെങ്കിലും ഒരു 210, 220 വരെ അതൊന്ന് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 മണിക്കൂറാണ്. അപ്പോൾ ഇനി ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ വരെ ഒന്നും ചെയ്യാനുണ്ടാവും. കുമ്പരി എന്തെങ്കിലും ഉണ്ടോ? കളിയാണ് എന്തിനാ വലയെടുത്ത് വീശി 2 പിലോപ്പിന് പിടിക്കും. സെറ്റ് ചെയ്യണ കാര്യം ഞാൻ ഇതേ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പിലോപ്പിനെയും കരിമീനെയൊക്കെ കേട്ടു. അപ്പോൾ അതുവരെ
കുറച്ച് ബ്രേക്ക്, കുറച്ച് ചെമ്മീൻ കെട്ടൽ, കുറച്ച് പരിപാടി. 2 മണിക്കൂർ കഴിഞ്ഞാണ്. ഏകദേശം 2 മണിക്കൂർ ആകുമ്പോട്ട് നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാലഡിന് വേണ്ടിയിട്ട് കുക്കമ്പർ, തക്കാളിയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു, നമ്മളിതിനകത്ത് കയറ്റാൻ കൊണ്ടുവന്നതാണ്. ആണ്ടതിലെ പൂച്ചയൊക്കെ മണം പിടിച്ചിട്ട് വന്നി പാലത്തെ കയറി. അമ്മാതിരി മണമാണ്. നമ്മളുണ്ടല്ല കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നോക്കിയാൽ ഓരോരുത്തരൊക്കെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. 4:30 അപ്പോൾ ആദ്യം ഓഫ് ചെയ്താൽ കേട്ടോ. ഇതേ കണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചൂട് നിങ്ങൾ കണ്ടല്ലോ, 205, 206 അതങ്ങനെ തന്നെയാണ്, അതിനകത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് തുറക്കാം. അപ്പം ഇങ്ങനെ ഓഹോ ഏകദേശം എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇവിടെ വലിയ കുഴപ്പമില്ല. കത്തിപ്പിടിയുടെ സാജാ ഓക്കെ. സാജൻ നീ വേണേ പോയിക്കോടാ, അത്യാവശ്യം പോയിക്കോ. സാജന് ഫോൺ വന്നിട്ടുണ്ടേ, അവൻ അത്യാവശ്യമായിട്ട് പോകണമെന്ന്. ആഹാ സാധനം അടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ വിചാരിച്ചതിനേക്കാളും വെന്തിട്ട്. അമ്മോ എന്ത് ചൂടായതിന്. ഞാൻ ആദ്യം നോക്കിയിട്ട് ആ മസാലയൊക്കെ കിടക്കണ കേട്ടപ്പോ കിടന്ന് നോക്കിയോ. എൻ്റെ കെട്ടൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ടല്ല, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അത് തന്നെ കെട്ട്. ഇന്നാ ഉമ്മരയുടെ ഇത് എടുത്തോ, നോക്കി അടിപൊളിയായിരിക്കും. ഒരു മുട്ട ഇങ്ങനെ എടുക്കുക, ഇതിനകത്തിട്ട് ഇടുക. കുറേ മുട്ടയുണ്ട് അതിനകത്ത്. ഇങ്ങനെ മുറിക്കണെന്തിനാ? ഇത് നീ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ മുറിക്കാണ്ടിരുന്നേ. എൻ്റെ പൊന്നെ, ഇത് എന്ത് ചൂടടേനെ. കണ്ട ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അതിനകത്തോട്ട് മുക്കുക. ഉരുളക്കിഴങ്ങ് എന്തിനാ വെച്ചോ? ഞാൻ എല്ലായിട്ടും അടിച്ചു. അടിപൊളി. ഇത് കണ്ട അവൻ്റെ കാലിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് മുക്കുക. അടിപൊളിയാണ് സംഭവം, സൂപ്പർ. ഇത് ശരിക്കും മറ്റേ ഇതല്ലേ, വാത്തത്താറാവല്ലേ ഇത് ശരിക്കും. ഇത് ശരിക്കും നമ്മുടെ മറ്റേ ചെറിയ താറാവല്ല കേട്ടോ, നല്ല മറ്റേ പാത്തത്താറാവില്ലേ, ഫ്ലൈൻ്റെയൊക്കെ. വാത്തയല്ല പാത്ത. അതല്ല നമ്മുടെ വീട്ടിലൊരെണ്ണമുണ്ട്, അതല്ല. ഇത് വേറെ ആരുടെയും വീട്ടിലുള്ളതാണ്. അല്ല അതല്ല. അപ്പോൾ സംഗതി നല്ല കിടിലൻ ടേസ്റ്റാണ് സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു താറാവാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ആണോ? അപ്പോൾ കുറേ നാളായി, 1.5 മാസത്തിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ കെട്ടിലൊരു കുക്കിങ്ങായിട്ട് വന്നേക്കണം അല്ലേ. അപ്പോൾ എന്തായാലും സംഗതി 1.5 മാസത്തിന് ശേഷം നമ്മുടെ സ്മോക്കർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പണിയെടുക്കാൻ മടിയുള്ളവർക്ക് ആ സ്മോക്കർ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ, തീ എത്തിക്കാനൊക്കെ അല്ലേ. എന്താണ് മുമ്പ് ചെയ്ത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ദിവസം നല്ല കിടക്കാച്ചി വീഡിയോസ് വിടും. നല്ല ടേസ്റ്റ് ഉണ്ട്. പട്ടി അടിക്കണ പോലെ കഴിക്കണ്ടേ കേട്ടാ. ഞാൻ ഉണ്ടാക്കിയത് തീർന്നില്ല. ഇത് നമുക്കേ ഇതിനകത്ത് ബാലൻസ് ഒരു കഷ്ണം കൂടെ നമുക്ക് സ്മോക്ക് ചെയ്താൽ അതിനകത്ത് അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കൂടി കിട്ടും. കഴിക്കാൻ പറ്റില്ല. അല്ല ഈ ബ്രെഡ്, അല്ലെ സത്യം ബ്രെഡ് എന്തിനു മേടിച്ച്